ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐശ്വര്യ സമൃദ്ധികളുടെയും പ്രത്യാശയുടെയും ഉത്സവമാണ് മലയാളിക്ക് വിഷു. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ വലിയ ആഘോഷം. കണി കണ്ടും കൈനീട്ടം കൊടുത്തും വാങ്ങിയും പുതുവസ്ത്രങ്ങൾ ധരിച്ചും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് സദ്യ കഴിച്ചും മലയാളികൾ ഈ സുദിനം ആഘോഷമാക്കും. ഈ വിളവെടുപ്പുത്സവത്തിൻ്റെ ഹൃദ്യവേളയിൽ പ്രിയപ്പെട്ടവർക്ക് നേരാം സ്നേഹാശംസകൾ. നിലവിളക്കിൻ്റെ നിറദീപവും ധാന്യങ്ങളും കണിവെള്ളരിയും കള്ളക്കണ്ണനെയും തളികയിലാക്കിയുള്ള ഒരു രാത്രിയിലെ കാത്തിരിപ്പ് ഒരു വർഷത്തിലേക്കുള്ള ഐശ്വര്യത്തിൻ്റെ പ്രയാണമാകട്ടെ. പോകാം എൻ്റെ ഒരു ചെറിയ വിഷു ആഘോഷത്തിലേക്ക്. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏത് തന്നെയായാലും മലയാളിക്ക് സദ്യ പ്രധാനമാണ്. പലതരം വിഭവങ്ങളും പായസവും പപ്പടവും ഒക്കെ വിഭവസമൃദ്ധമായ സദ്യ. ഇനിയും ഞങ്ങളുടെ സദ്യയെക്കുറിച്ച് പറയാനാണെങ്കിൽ കടുമാങ്ങയും ഇഞ്ചിയും നാരങ്ങയൊക്കെ നമ്മൾ വിഷുവിൻ്റെ തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പയറ് വറുത്ത് അലകാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പയറെടുത്തിട്ട് നമ്മൾ പരിപ്പ് വെച്ചു. പരിപ്പ് പല സ്ഥലത്തും പല രീതിയിലാണ് വെക്കുന്നത്. ഞങ്ങൾ ചെറുപയർ വെച്ച് അലകാക്കി പരിപ്പുണ്ടാക്കുന്നത്. ഇതുവരെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, സാമ്പാർ, ഇഡ്ഡലിപ്പൊടി, മുളക്. ഇപ്പോഴൊന്നും എൻ്റെ ഹസ്ബൻഡ് ഇല്ല, കാരണം ഹസ്ബൻഡ് രാവിലെ ഡ്യൂട്ടിക്ക് പോയേക്കാണ്. എമർജൻസി ഡ്യൂട്ടി വന്നു, എമർജൻസി ഡ്യൂട്ടിക്ക് പോയേക്കാണ്. ഞങ്ങളുടെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു, വിഷ്ണു ചേട്ടനും രമ്യയും മക്കളും പാർത്ഥിവനും കല്യാണം. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ഇന്നത്തെ വിഷു ആഘോഷിക്കാൻ പോകുന്നതും. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാലോ സമയം പോകുന്നത് അറിയത്തതേയില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അമ്മ വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയിട്ട് പിന്നെ പുള്ളി വന്ന് കുളിച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാബേജും ക്യാരറ്റും കൂടെ ചോപ്പറിനകത്തിലിട്ട് വലിച്ച് തോരന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ അവിയലിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തോരനും അവിയലും സാമ്പാറും പരിപ്പും പപ്പടവും പുളിശ്ശേരിയും അച്ചാറും എല്ലാം ഉണ്ട് ഞങ്ങളുടെ സദ്യക്കകത്തിലും. വിഷ്ണുചേട്ടൻ ഇല തുടച്ചു, ഇലയൊക്കെ തുടച്ചിട്ട് തുടച്ച ഇല മാറ്റി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പാർത്തിക്കുട്ടനാണെങ്കിൽ ഞങ്ങളെ തേങ്ങയൊക്കെ തിരുമ്മി സഹായിക്കുന്നുണ്ട്. അതായത് സദ്യ ഉണ്ടാക്കാൻ എല്ലാവരുടെയും ഒരു കൈ, അതിലൊരു പങ്ക് എല്ലാവരുടെയും ഒരു കൈ പങ്കുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് സദ്യ ഉണ്ടാക്കുമ്പോൾ ഒരു രസമല്ലേ. ഞാനും രമ്യയും വിഷ്ണുചേട്ടനും കൂടെ ഒന്ന് പുറത്തു പോവാണ്. നീതു ചേച്ചിയും ജഗ്ഗുവിനെയും ജാനീനെയും വിളിക്കാൻ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് സദ്യയൊക്കെ കഴിച്ച് വിഷുവൊക്കെ ആഘോഷിക്കാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ജാനി പട്ടുപാവാടയൊക്കെ ഇട്ട് ഭയങ്കര സുന്ദരിയായിട്ട് നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും വീട്ടിൽ വന്നു. പിന്നെ ആകപ്പാടെ ഒരു ബഹളമാണ്. പിള്ളേരെല്ലാവരും കൂടെ കളിക്കാനായിട്ട് പോയി. തക്കുവാണെങ്കിൽ ആമസോണിൽ ഒരു കിച്ചൺ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നു. അതിനുശേഷം ഞാനും തക്കുവും കൂടെ കുളിച്ച് ഇറങ്ങി അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ പാർത്തിക്കുട്ടനാണെങ്കിൽ തക്കുവിൻ്റെ സ്കെച്ച് പെന്നൊക്കെ വെച്ചിട്ട് ഒരു യന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ ദ മെയിൻ പാർട്ട് ഓഫ് ദ സെലിബ്രേഷൻ ഈസ് വിഷു സദ്യ. സദ്യ കഴിക്കാൻ സമയമായി മക്കളെ. അങ്ങനെ അടുക്കളയിൽ നിന്ന് ഫുഡെല്ലാം എടുത്ത് നമ്മൾ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തൊരു കുഞ്ഞു ടേബിൾ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ചു. ചോറൊക്കെ വിളമ്പി. ചോറ്, പരിപ്പ്, പപ്പടം, സാമ്പാർ, അവിയൽ, മെഴുക്കുവരട്ടി, പച്ചടി, മോരുകറി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അച്ചാർ, നെയ്യ്. നമ്മൾ പരിപ്പ് ഒഴിച്ച് കഴിയുമ്പം നെയ്യ് ഒഴിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഏരിയയിൽ അങ്ങനെ ഉണ്ട്. പരിപ്പ് ഒഴിച്ച് കഴിയുമ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് പപ്പടവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഡൈനിങ് ടേബിളിലും മക്കളെല്ലാവരും താഴെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വിഷ്ണു ചേട്ടൻ കുറച്ച് ഉപ്പിടാൻ വേണ്ടി നോക്കിയത്, കയ്യിൽ നിന്ന് ഉപ്പ് തെറിച്ച് താഴെ പോയി. ഭയങ്കര കഥയോട് കഥയാണ്. എന്താ പറയുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. അടുത്ത സാധനം വന്നു പായസം. പായസം നമ്മൾ ഗ്ലാസ്സിൽ കുടിക്കാതെ എപ്പോഴും ഇലയിൽ കഴിക്കണം. നമ്മൾ ഈ സദ്യയുടെ ഇലയ്ക്കകത്തിൽ പഴം വയ്ക്കത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് പായസമാണെങ്കിലും നമ്മുടെ സദ്യയിലൂടെ കിട്ടുന്ന പഴത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പായസം കഴിക്കാം. അതങ്ങോട്ട് കുഴച്ച് വായ്ക്കകത്തിലോട്ട് വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ആ എക്സ്പ്രഷൻ കണ്ടിട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. എനിക്കും ചിരി വന്നു, പക്ഷേ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തു. ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ ചെറിയൊരു കൊച്ചു വർത്താനം. മക്കളെല്ലാവരും കൂടെ കളിക്കാനായിട്ട് ഉള്ള സെറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. കളിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് സമയം പോയതറിഞ്ഞില്ല. വിഷ്ണു ചേട്ടനും രമ്യയൊക്കെ കൂടെ തിരിച്ച് അബുദാബിക്ക് പോയി. ഇത്രയുള്ളായിരുന്നു ഞങ്ങളുടെ വിഷു ആഘോഷം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.